بسم الله الرحمن الرحيم الله وارزقنا نورا وحفظا من القرآن تبيانا واغفر لنا ولمن كانوا يعلمنا ولوالدينا ولشركاء إخوانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. സ്നേഹമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ റാഹത്ത് തരട്ടെ, സന്തോഷങ്ങൾ ധാരാളം തരട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ കുളിയുടെ സുന്നത്തുകൾക്ക് പ്രതിഫലം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നിയ്യത്ത് ചെയ്യണം അല്ലേ? വെരി ഗുഡ്, നിയ്യത്ത് ചെയ്യണം. എന്തായിരുന്നു ചെയ്യേണ്ട നിയ്യത്ത്? കുളിയുടെ സുന്നത്തുകൾ ഞാൻ നിർവഹിക്കുന്നു. അതിനോട് ചേർത്ത് ചൊല്ലേണ്ടത് എന്തായിരുന്നു? ബിസ്മി ചൊല്ലണം. ഓക്കെ, വെരി ഗുഡ്, ബിസ്മി ചൊല്ലണം. പിന്നെയോ, ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യണം. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. പിന്നെയോ വുളു എടുക്കണം. ഓക്കെ, വുളു എടുക്കണം. ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നോക്കാം അല്ലേ? നമ്മുടെ ശരീരത്തിൽ ചുളിഞ്ഞ കുറേ ഭാഗങ്ങളുണ്ട്, പെട്ടെന്ന് വെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കക്ഷം, അതുപോലെ പൊക്കിൾ. ഇങ്ങനെ ശരീരത്തിൽ പെട്ടെന്ന് വെള്ളം എത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങൾ, ചുളിഞ്ഞ സ്ഥലങ്ങൾ, അതൊക്കെ സൂക്ഷിച്ച് കഴുകണം. കുറച്ച് പ്രായമൊക്കെ ആയ ആളുകളുടെ ശരീരം തൊലികളൊക്കെ ഇങ്ങനെ ചുളിയൂലേ, ചുളിഞ്ഞിട്ടുണ്ടാകും. ആ ചുളിഞ്ഞ മടക്കുകൾക്കുള്ളിലൊക്കെ വെള്ളം എത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ നേരെ നിൽക്കുന്ന സമയത്ത് ഷവറ് തലയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുക്കുന്നുണ്ട്. അങ്ങനെ ഒഴുകി അങ്ങ് പോകുമ്പോൾ വെള്ളം ചേരാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകണം. അങ്ങനെ കഴുകിയിട്ടില്ലെങ്കിലോ, നിർബന്ധമായും കുളിക്കുന്ന കുളിയാണെങ്കിൽ അവൻ്റെ കുളി സഹിയാവുകയില്ല. കുളി സഹിയാവാതെ നിസ്കാരം, ഖുർആൻ പാരായണം, പള്ളിയിൽ പ്രവേശിക്കൽ തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളൊന്നും അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. മാത്രമല്ല, സ്വീകരിക്കൂല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിസ്കരിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നതിന് പകരം ശിക്ഷ ലഭിക്കും. ഖുർആൻ ഓതിയാൽ കൂലി ലഭിക്കുന്നതിന് പകരം കുറ്റം കിട്ടും. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകണം. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ തലമുടി, താടി, ഇതൊക്കെ ഇടകലർത്തി കഴുകണം. തലമുടിയൊക്കെ എന്താക്കണം? ഇങ്ങനെ മുടികൾ കൈവിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഇടകലർത്തി കഴുകണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ മുടിയായിരിക്കും അല്ലേ? പുരുഷന്മാരെക്കാൾ വലിയ മുടിയായിരിക്കും സ്ത്രീകൾക്കുണ്ടാവുക. ആ സ്ത്രീയുടെ ഓരോ മുടിനാരിലും വെള്ളം ചേർന്നിട്ടുണ്ട്, വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാകണം. അപ്പോൾ അവൾ എന്ത് ചെയ്യേണ്ടി വരും? മുടി മുന്നിലോട്ടിട്ട് കൃത്യമായി
കൈകളെ കൊണ്ട് ഇടകലർത്തി കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരിലും ചില ആളുകൾക്കൊക്കെ വലിയ മുടി ഉണ്ടാവും അല്ലേ? ആ വലിയ മുടിയുള്ള ആളുകളൊക്കെ ശരിക്കും ഇടകലർത്തി എന്താക്കണം? കഴുകണം. അതുപോലെ ചില ആളുകൾക്ക് വലിയ താടി ഉണ്ടാവും അല്ലേ? ആ താടി രോമത്തിനുള്ളിലും വെള്ളം ചേരണം. വെള്ളം ചേരണമെങ്കിലോ കൈകൾ ഇങ്ങനെ എന്താക്കണം? ഇടകലർത്തി കഴുകണം. എന്നാലേ അവിടെയും വെള്ളം ചേരുകയുള്ളൂ. അതുപോലെ ശരീരം തേച്ചു കഴുകണം. ശരീരത്തിലൂടെ വെള്ളം ഒഴുകിയാൽ കുളി സഹിയാകും. പക്ഷേ ഉരച്ച് കഴുകിയാൽ അതിൻ്റെ സുന്നത്തും കൂടെ എന്താക്കും? ലഭിക്കും. മാത്രമല്ല ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ പോകുകയും ചെയ്യും അല്ലേ? അവിടെ വേണമെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. തേച്ച് കഴുകണം. അതും എന്താണ്? സുന്നത്താണ്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത്? പിന്നെയാണ് ഏറ്റവും മർമ്മപ്രധാനപ്പെട്ടൊരു കാര്യം. എന്താ? കുളിയുടെ ഫർള് നിർവഹിക്കാൻ പോവുകയാണ്. കുളിയുടെ ഫർള് 2 ഉണ്ടല്ലേ? 1 നിയ്യത്ത്, 2 ശരീരം മുഴുവനും വെള്ളം ഒഴുക്കുക. അതിന് നിയ്യത്ത് ചെയ്യാൻ പോവുകയാണ്. നിയ്യത്ത് ചെയ്ത് തലയിലൂടെ വെള്ളമൊഴിക്കണം. എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? കുളിയുടെ ഫർള് ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ജനാബത്തിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു, വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, ഹൈളിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു, നിഫാസിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു നിയ്യത്ത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കുളിയുടെ ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു. ആ നിയ്യത്ത് ചെയ്ത് തലയിലൂടെ വെള്ളം ഒഴിക്കണം. നിയ്യത്ത് ചെയ്യാതിരുന്നാലോ കുളി സഹിയാവോ? ഇല്ലല്ലേ? വലിയ ശുദ്ധിക്കാരൻ നിയ്യത്ത് ചെയ്യാതെ പുഴയിൽ ചാടി കുളിക്കുകയാണ്. മണിക്കൂറുകളോളം പുഴയിൽ നീന്തി കുളിച്ചു. പക്ഷേ അവൻ നിയ്യത്ത് ചെയ്തിട്ടില്ല. എന്നാൽ ഈ മണിക്കൂറുകളോളം കുളിച്ചതുകൊണ്ട് അവന് കുളി ലഭിക്കൂല. അങ്ങനെ അവൻ പോയി നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം സഹിയാവുകയില്ല. നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലൂടെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും കിതാബ് എടുക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ? ഇനി നമ്മൾ 5-ാമത്തേത് മുതൽ പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കൈവച്ച് നോക്കണം. അൽ ഖാമിസ് തഅഹുദുൽ മആതിഫ് കൽ ഉദ്നി വൽ ഇബ്തി വസ്സുറ. അസ്സാദിസ് തഖ്ലീലു ശഅരി വൽ ലിഹ്യ വദൽകുൽ ബദൻ. അസ്സാബിഅ ഇഫാലത്തുൽ മാഇ അല റഅസി മഅ നിയ്യത്തി അദാഇ ഫർളിൽ ഗുസ്ൽ. ഈ ഭാഗത്തിലുള്ള ഏതാനും പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. തഅഹുദുൽ മആതിഫ്, ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിക്കുക. ഇബ്ത്, കക്ഷം. സുറത്ത്, പൊക്കിൾ. ദൽക്ക്, ഉരച്ചു കഴുകുക. ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ. അൽ ഖാമിസ് തഅഹുദുൽ മആതിഫ്, ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക. കൽ ഉദ്നി, ചെവി പോലെ. വൽ ഇബ്തി, കക്ഷം. വസ്സുറത്തി, പൊക്കിൾ. അപ്പോൾ പൊക്കിൾ, കക്ഷം,
ചെവി പോലെയുള്ള ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ച് കഴുകുക. അസാദിസു തഖ്ലീലു ശഅരി വല്ലിഹിയ, തലമുടിയും താടിയും ഇടകലർത്തി കഴുകുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. ഷഅർ എന്ന് പറഞ്ഞാൽ തലമുടി, ലിഹയ്യത്ത് എന്ന് പറഞ്ഞാൽ താടി, തഖ്ലീൽ ഇടകലർത്തി കഴുകുക. തഖ്ലീലു ശഅരി വല്ലിഹിയ, താടിയും തലമുടിയും ഇടകലർത്തി കഴുകുക. വദൽകുൽ ബദൻ, ശരീരം തേച്ചുരച്ച് കഴുകുക. അസാബിഅ, ഏഴാമത്തേത് ഇഫാലത്തുൽ മാഇ അല റഅസ്, തലയിൽ വെള്ളം ഒഴിക്കുക. മഅ നിയ്യത്തി അദാഇ ഫർളിൽ ഗുസ്ൽ, കുളി എന്ന ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ. ഇനി എല്ലാവരും വർക്ക് ബുക്ക് എടുക്കൂ. വർക്ക് ബുക്കിൽ 29ാമത്തെ പേജിൽ ചേരുംപടി ചേർക്കാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. അതിൽ ഈ പ്രാവശ്യം എടുത്ത ഭാഗത്തിലുള്ളതുണ്ടാകും, അതെഴുതണം. അതുപോലെ ഉക്തുബുൽ മഅന, അർത്ഥം എഴുതാൻ പറഞ്ഞിരുന്നു. അതിലും ഇന്ന് എടുത്തതിലുള്ളത് എഴുതാം. ഇനി 30ാമത്തെ പേജിൽ അജിബ്, ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ്. മത്താ യൻവി അദാ ഫർളിൽ ഗുസ്ൽ, കുളിയുടെ നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോൾ? മത്താ യൻവി അദാ ഫർളിൽ ഗുസ്ൽ, കുളിയുടെ ഫർളിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? രണ്ടാമത്തത് മത്താ യൻവി അദാ സുനനിൽ ഗുസ്ൽ, കുളിയുടെ സുന്നത്തുകളെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ്? മാറിപ്പോവരുത് രണ്ടും. മൂന്നാമത്തത് ഐന യുഫീലുൽ മുഗ്തസിലു അൽ മാ അവ്വലൻ, കുളിക്കുന്ന ആൾ ആദ്യം എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്? ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അതുപോലെ 31ാമത്തെ പേജിൽ കമ്മിൽ കമാ ഫിൽ മിസാൽ, താഴെ ഒരു ഉദാഹരണം കാണാം. മഅ ഗുസ്ലിൽ വജ്ഹ്, മുഖം കഴുകുന്നതോടൊപ്പം. ഇതേപോലെ മഅ ഗുസ്ലിൽ യദി, അർത്ഥം എന്തായിരിക്കും? യദ് എന്ന് പറഞ്ഞാൽ കൈ അല്ലേ. മഅ ഗുസ്ലിൽ റിജ്ലി, മഅ ഗുസ്ലിൽ കഫൈൻ, ഇത് ചേർത്ത് എഴുതലും അതിൻ്റെ അർത്ഥം എഴുതുകയും ചെയ്യുക. എന്നിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾ ഉസ്താദിന് അയച്ചു കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നല്ല അടിമകളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഹിഫ്ളും അച്ചടക്കവും ബുദ്ധിയുമുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ധാരാളം അറിവുകൾ നേടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാറും മറ്റെല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله
عليك يا حبيب الله